എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് സബ്ജക്റ്റിലെ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാർട്ട് 5-ൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗമാണ്. ആക്ച്വലി ഒരുപാട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്. പക്ഷേ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഈ വീഡിയോയുടെ തംബ്നെയിൽ എന്താണ്? നിങ്ങൾക്ക് 30 മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ്. കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ ഉണ്ട്. ഒരു എസ്സേ എന്ന് പറയുമ്പോൾ 10 മാർക്ക്, 2 അല്ലെങ്കിൽ 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ 20 മാർക്കായി. അതേപോലെ തന്നെ 3 4 അല്ലെങ്കിൽ 5 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമുണ്ട്. അപ്പോൾ ഓരോ സെക്ഷൻ നോക്കുമ്പോഴും ഓരോ സെക്ഷനിൽ നിന്നും 10 വീതം മാർക്ക് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കമന്റ് വരും, ഈ മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ മതിയോന്ന്. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. നിർഭാഗ്യവശാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും അല്ലേ? അത് എനിക്കും ഒരു മോശമാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കമൻറ്റ്സ് നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പം ഞാൻ 6 പാർട്ടുകളായിട്ട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ 2 മാർക്കിൻ്റെ PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മൊത്തത്തിലുള്ള ഈ സബ്ജക്റ്റിൻ്റെ PDFും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എസ്സേ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ മൊഡ്യൂളും ഏകദേശം നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് ഓഡിറ്റിങ്ങിന് നിസ്സംശയം പറയാം O ഗ്രേഡ് അല്ലെങ്കിൽ A+ വാങ്ങാം. അതായത് 100-ൽ ഇന്റേണൽ 20 മാർക്ക് ഉണ്ടെങ്കിൽ 85-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് O ഗ്രേഡ് അല്ലെങ്കിൽ A+ വരെ വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കാം. ആദ്യം തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? കോർപ്പറേറ്റ് ഗവേണൻസ് മേ ബി ഡിഫൈൻഡ് ആസ് a broad range of policies and ethical practices which are adopted by an organization in its dealings with stakeholders. അപ്പോൾ ഇത്രയും വലിയൊരു മീനിങ് കാണുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ഡെസ്പാവും, ഇത്രയും പഠിക്കണോ എന്നാൽ അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഈ മൊഡ്യൂളിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു മീനിങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. Corporate governance is a broad range of policies and practices. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഭരണ നിർവഹണത്തെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തെ, ഒരു കമ്പനിയിലൊരു ഭരണ സംവിധാനം ഉണ്ടായിരിക്കും അല്ലേ, അതിനെയാണ് ആക്ച്വലി കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തു വെക്കുക, കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ്. ഒരു ബിസിനസ് എങ്ങനെ എത്തിക്കൽ മാനറിലൂടെ അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെ എത്തിക്സിലൂടെ മുന്നോട്ടേക്ക് പോവാം, which are adopted by an organization in its dealings with stakeholders. ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ബിസിനസ്സിൻ്റെ യൂസേഴ്സ് ഒരുപാട് ആളുകളുണ്ട്. ആരൊക്കെയാണ്? മാനേജ്മെൻ്റ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇവരോടെല്ലാം തന്നെ ഒരു ഓർഗനൈസേഷൻ പെരുമാറുമ്പോൾ അഡോപ്റ്റ് ചെയ്യേണ്ട പോളിസീസും അതുപോലെ തന്നെ പ്രാക്ടീസസിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഭരണ സംവിധാനം. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ മലയാളമൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കീ വേർഡായിട്ട് നിങ്ങൾ ഇത്രയും ആലോചിച്ച് വെക്കുക, പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോളിസികളാണ്, നയങ്ങളും പ്രാക്ടീസസുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റൂൾ എന്നും എഴുതാം. റൂൾ എന്ന് എഴുതിയാലും വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിസീസ് ആണ്, അതുപോലെ തന്നെ പ്രാക്ടീസസ് ആണ്, റൂൾസ് ആണ്. അപ്പോൾ ഇതാരാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഒരു ഓർഗനൈസേഷനാണ്. ഇൻ ഇറ്റ്സ് ഡീലിങ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ. അപ്പം നമ്മൾ കോർപ്പറേറ്റ്, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതാൻ പറ്റും. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് എന്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ മീനിങ് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്കായി. എസ്സേ ചോദിക്കുകയാണ് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മോഡലോ അല്ലെങ്കിൽ തിയറീസോ എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ മീനിങ് എഴുതി കഴിഞ്ഞാൽ സെറ്റ് 2 മാർക്കോ 1.5 മാർക്കോ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം എത്ര പേർക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ഈ വീഡിയോ കണ്ടതിലൂടെ അതിൻ്റെ മീനിങ് കേച്ചാ എന്നുള്ളത്.
അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ് വിച്ച് ആർ അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഇൻ ഇറ്റ്സ് ഡീലിങ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഡീലിങ്സ്. ഇപ്പോൾ 3 കീ വേർഡുകൾ നിങ്ങൾ ആലോചിച്ചു. ഒന്നാമത്തെ കീവേഡ് എന്താണ്? പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. രണ്ടാമത്തെ കീവേഡോ? അഡോപ്റ്റഡ് ബൈ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യുന്നു. ആരുമായിട്ടുള്ള ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്, വാട്ടെവർ അങ്ങനെ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോയിന്റാണ് ഈ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. ടു ബി ഫ്രാങ്ക്, പ്രീവിയസ് ഇയറിൽ ഒരു വർഷം പോലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ കാര്യമായിട്ട് പഠിക്കുകയൊന്നും വേണ്ട. ഇതൊരു അൺഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്തിനാണ്? ഒന്ന്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെ? സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ. പ്രൊട്ടക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അട്രാക്ട് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യും. കാരണം എന്താ? ഒരു കമ്പനി നല്ല രീതിയിലുള്ള പോളിസീസും റൂൾസും ഒക്കെ ഫോളോ ചെയ്താൽ ഇൻവെസ്റ്റേഴ്സ് അട്രാക്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി, അതായത് അക്കൗണ്ടബിലിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനും. മിറ്റിഗേറ്റ് റിസ്ക്. എന്താണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ലഘൂകരിക്കുക, അല്ലേ? റിസ്ക് ലഘൂകരിക്കാൻ പറ്റും. എൻഷുവർ കംപ്ലൈൻസ്, അതായത് എല്ലാ കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഉറപ്പുവരുത്തുന്നു. ഇംപ്രൂവ് എഫിഷ്യൻസി, ഒരു കമ്പനിയുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. എൻഷുവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ അതിന് താഴെ നോട്ടിൽ ബെനഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആ ബെനഫിറ്റ് പഠിക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ജുറാസിലെ സാർ എന്താണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്ന്. ഞാൻ ആരെയും വില കുറച്ച് കാണുകയല്ല. പൊതുവേ എനിക്ക് വരുന്ന കമൻസിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് വരുന്ന വാട്സപ്പിലൊക്കെ വരുന്ന ഫീഡ്ബാക്കിനെയും പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീഡിയോസ് മിക്കവാറും വാച്ച് ചെയ്യാറ് ആവറേജ്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്. അവസാന മൊമെൻറ്റിൽ പഠിച്ച് പാസ്സാവാൻ ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാനും ചില ഭാഗങ്ങൾക്ക് കോമൺ പോയിന്റ്സ് കൊടുക്കുന്നതും എല്ലാം തന്നെ. അതൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് പാസ്സാവാൻ സാധിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ബെനഫിറ്റ്സ്. ഇനി പഠിക്കേണ്ട കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒബ്ജക്റ്റീവും ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ബെനഫിറ്റും യൂസസും സിഗ്നിഫിക്കൻസും അങ്ങനെ എന്ത് കണ്ടാലും നമ്മൾ എഴുതാൻ പോകുന്നത് ഈ 7 പോയിന്റാണ്. ഒന്ന്, പ്രൊട്ടക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തെങ്കിലും 2 ലൈൻ എക്സ്പ്ലനേഷൻ എഴുതി വെച്ചോളൂ. എക്സ്പ്ലനേഷന് കാര്യമായിട്ട് ആരും വായിച്ചൊന്നും നോക്കില്ലെങ്കിലും ആ ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു മാർക്കം കിട്ടിക്കോളും. അപ്പോൾ പ്രൊട്ടക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അട്രാക്ട് ഇൻവെസ്റ്റേഴ്സ്, പ്രൊമോട്ട്സ് അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മിറ്റിഗേറ്റ് റിസ്ക്, അതുപോലെ തന്നെ എൻഷുവർ കംപ്ലൈൻസസ്, ഇംപ്രൂവ് എഫിഷ്യൻസി, എൻഷുവർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 5 പോയിന്റ് പറ്റുവാണെങ്കിൽ ഈ 7 പഠിച്ചു വെച്ചോളൂ. അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് എന്തായിരുന്നു കോർപ്പറേറ്റ് ഗവർണൻസ് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ? ബോർഡ് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ്. ആര് അഡോപ്റ്റ് ചെയ്യുന്നു? അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഡീലിങ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കൂ, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണല്ലേ അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് അതിൻ്റെ. അപ്പോൾ എന്താണ് ആ പോയിന്റ്? പ്രൊട്ടക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, attract investors, promote accountability, mitigate risk, ensure compliances, improves efficiency, ensure corporate responsibility. Benefit any separate പഠിക്കേണ്ട, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കാം. ഇറ്റ്സ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതിലെ ഏതെങ്കിലും തിയറി എടുത്തിട്ട് വാട്ട് ഈസ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി അല്ലെങ്കിൽ വാട്ട് ഈസ് ഏജൻസി തിയറി എന്നൊക്കെ 2 മാർക്കിന് ഉണ്ടാകും. 5 മാർക്കിന് വാട്ട് ആർ ദ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മേ ബി ഇത് 10 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറി ചോദിക്കുകയാണെങ്കിൽ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല ഇതിൽ തിയറീസ്, ഞാനൊരു 5 മാർക്കെങ്കിലും ആക്കിത്തരാം. ഒരു എസ് എ ആണെങ്കിൽ ഒരു 5 മാർക്ക്, ഇനി ഷോർട്ട് എസ് എ ആണെങ്കിൽ ഒരു 2 മാർക്കെങ്കിലും നേടിത്തരാം. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ മീനിങ് എഴുതുക. കോർപ്പറേറ്റ് ഗവർണൻസ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. കോർപ്പറേറ്റ് ഗവർണൻസ് പഠിച്ചിട്ടുണ്ടാവും, എൻ്റെ കൂടെ തന്നെ പറഞ്ഞോളൂ. എൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ വീഡിയോ കേട്ടിട്ട് ഫീഡ്ബാക്ക് പറയുന്നവരിൽ. അതേ പോളിസി നിങ്ങൾ തന്നെ ഫോളോ ചെയ്തോ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ പഠിച്ചെടുക്കാം. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് റേഞ്ച് ഓഫ് പോളിസീസ് ആൻഡ് എത്തിക്കൽ പ്രാക്ടീസസ്
അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഡീലിംഗ്സ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് എഴുതി വെക്കുക ആദ്യം, തിയറി ചോദിച്ചാൽ. ഇനി 4 തിയറിയുടെ പേര് എഴുതി വെക്കുക. അതിന് താഴെ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 4 തിയറീസിന്റെ പേര് എഴുതി വെക്കുക. ഏജൻസി തിയറി, സ്റ്റീവാർഡ്ഷിപ്പ് തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഈ 4 തിയറിയാണ് കോർപ്പറേറ്റ് ഗവർണൻസിനുള്ളത്. അപ്പോൾ നിങ്ങളത് എങ്ങനെ എഴുതി ഓർത്ത് വെച്ചാൽ മതി? ASSR എന്നോർത്താൽ നിങ്ങൾക്ക്. അപ്പൊ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ASSR. എ എന്താണ്? ഏജൻസി തിയറി. എസ് എന്താണ്? 2 S ഉണ്ടല്ലേ. ഒന്ന് സ്റ്റീവാർഡ്ഷിപ്പ് തിയറിയുമുണ്ട്, ഒന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയുമുണ്ട്. അടുത്തത് R ആണ്, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പേര് പഠിച്ചു. അപ്പോൾ ഏജൻസി തിയറി എ, എസ് എന്താണ്? സ്റ്റീവാർഡ്ഷിപ്പ് തിയറി, എസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, ASSR. ഇനി നമുക്ക് ഏജൻസി തിയറി എന്താണെന്ന് നോക്കാം. ആക്ച്വലി ഏജൻസി തിയറി എന്ന് പറയുന്നത്, ഏജൻസി തിയറി ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഇവിടെ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ തിയറിയിൽ പറയുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് പ്രിൻസിപ്പളായിട്ടും ബോർഡ് ഓഫ് ഡയറക്ടർ ഏജന്റ് ആയിട്ടുമായിരിക്കും ഒരു കോർപ്പറേറ്റിൽ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പ്രതിപാദിക്കുന്ന തിയറിയാണ് ഏജൻസി തിയറി. അപ്പോൾ ഏജൻസി തിയറി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് അവിടെ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ആരാണ് ഏജന്റ് ആവുന്നത്? ഏജന്റ് ആവുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, പ്രിൻസിപ്പൾ ആവുന്നത് ഷെയർ ഹോൾഡർ ആയിരിക്കും. ഇതാണ് ഏജൻസി തിയറി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. 4 തിയറിയാണുള്ളത്. ASSR. എ എന്താണ്? അങ്ങനെ തന്നെ ഒരു 5 വട്ടം ASSR എന്നൊരു പേപ്പറിൽ എഴുതി ഒരു 5 വട്ടം. നാളെയാണ് എക്സാം, എന്നാലും നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ മാറ്റി വെക്ക്. എന്നിട്ട് ASSR എന്ന് എഴുതി വെക്കുക. അപ്പൊ തിയറി സെറ്റായി. എ ഏജൻസി തിയറി, എസ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി, വീണ്ടും എസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, വീണ്ടും R റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. അപ്പൊ ഏജൻസി തിയറി സെറ്റായി. ഏജൻസി തിയറിയിൽ ആകെ ഈ കാര്യം പറയുന്നുള്ളൂ. അവിടെ എന്തായിരിക്കും? ദർ ഇസ് ആൻ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. അവിടെ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഏജന്റ് ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും. പ്രിൻസിപ്പൾ ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും. അടുത്തതാണ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി. സ്റ്റീവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കേണ്ടത്, അണ്ടർ ദിസ് തിയറി മാനേജർ ആക്ട് ആസ് എ സ്റ്റീവാർഡ്. മാനേജർ ആയിരിക്കും ഇവിടെ സ്റ്റീവാർഡ്. മാനേജർ ഒരു സ്റ്റീവാർഡിനെ പോലെ ആക്ട് ചെയ്യുന്ന തിയറിയാണ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി. സ്റ്റീവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റീവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ്. സ്റ്റീവാർഡിന്റെ മലയാളം മീനിങ് ഞാൻ പറഞ്ഞു തരാം. അണ്ടർ ദിസ് തിയറി ഓക്കെ, സ്റ്റീവാർഡിന്റെ മലയാളം മീനിങ് ഞാൻ പറഞ്ഞു തരാം. അണ്ടർ ദിസ് തിയറി സ്റ്റീവാർഡ്ഷിപ്പ് തിയറി പ്രൊട്ടക്ട് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ത്രൂ ഫേം പെർഫോമൻസ്. അതായത് സ്റ്റീവാർഡ്ഷിപ്പ് തിയറിയിൽ മാനേജർ ഒരു സ്റ്റീവാർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റീവാർഡ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ആൻഡ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ത്രൂ ഫേം പെർഫോമൻസ്. സ്റ്റീവാർഡ്. അതുപോലെ തന്നെ ദ റോൾ ഓഫ് മാനേജ്മെന്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് എക്സ്പ്ലോർ. അപ്പൊ നിങ്ങൾ ഇതിൽ ഓർത്തു വെക്കേണ്ടത് സ്റ്റീവാർഡ്, STEWARD ആണ് സ്റ്റീവാർഡ്. അപ്പോൾ ആ സ്റ്റീവാർഡിന്റെ ആ ഒരു സ്പെല്ലിംഗ് തെറ്റരുത്. ഒരുപാട് ആൻസർ ഷീറ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യസ്ഥൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അണ്ടർ ദിസ് തിയറി മാനേജർ ഒരു കാര്യസ്ഥനെ പോലെ, സ്റ്റീവാർഡിനെ പോലെ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഒരു കാര്യസ്ഥൻ എന്താ ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ? ഒരു വീടിന്റെ കാര്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനും ആ കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു കാര്യസ്ഥനെ പോലെ ആയിരിക്കും ഇവിടെ മാനേജർ പ്രവർത്തിക്കുന്നത്. അതാണ് സ്റ്റീവാർഡ്ഷിപ്പ് തിയറി. മൂന്നാമത്തതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. This theory incorporated the accountability of management to a broad range of stakeholders. According to this theory, stakeholders are eligible for fair return from the organization. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക,
സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫെയർ റിട്ടേൺ കൊടുക്കുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഡീൽ വിത്ത് ദി കമ്പനി. ആ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ആളുകളെയും നമുക്ക് എന്ത് പറയാം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. അത്തരത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തിയറിയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. അടുത്തതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് തിയറി ഫോക്കസസ് ഓൺ ദി റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൊവൈഡിംഗ് ആക്സസ് ടു റിസോഴ്സ് നീഡഡ് ബൈ ദ ഫേം. ഹെൻസ് ദ ഓണർ ഹാവ് ടു അപ്പോയിന്റ് റിസോഴ്സ്ഫുൾ ഡയറക്ടേഴ്സ് ഇൻ ടു ദി ബോർഡ്. അതായത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് ഇവിടെ റിസോഴ്സിനാണ്, ആ ഫേമിലേക്കുള്ള റിസോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഏറ്റവും നല്ല റിസോഴ്സസിനാണ്, അല്ലെങ്കിൽ ഓണേഴ്സ് ഏറ്റവും നല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് പഠിച്ചു കഴിഞ്ഞു. 4 തിയറിയാണ്. ASSR, ഏജൻസി തിയറി, സ്റ്റീവാർഡ്ഷിപ്പ് തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഓരോ തിയറിയും ഒരൊറ്റ ലൈനിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഏജൻസി തിയറി എന്ന് പറഞ്ഞാൽ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ്. ഇവിടെ ഏജന്റ് ബോർഡ് ഓഫ് ഡയറക്ടർ ആയിരിക്കും, പ്രിൻസിപ്പൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ തിയറി സ്റ്റീവാർഡ്ഷിപ്പ് തിയറിയാണ്. മാനേജർ ഒരു സ്റ്റീവാർഡിനെ പോലെ, കാര്യസ്ഥനെ പോലെ പെരുമാറും. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തും അതുപോലെ തന്നെ ഫേമിന്റെ ഓവറോൾ എഫിഷ്യൻസിയും ആ ഒരു മാനേജർ ഇംപ്രൂവ് ചെയ്യിക്കും. മൂന്നാമത്തെ തിയറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയാണ്. അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫെയർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നു. നാലാമത്തത് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയാണ്. റിസോഴ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓണർ എപ്പോഴും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. അടുത്തതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ്എ ടോപ്പിക്കാണ്, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ മോഡൽസ് ഏതൊക്കെയാണ്? ഇപ്പൊ കുറച്ച് രാജ്യങ്ങളുടെ പേരാണ് നമ്മളിവിടെ ഓർത്തു വെക്കേണ്ടത്. അതത് രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ചുവടെ പറയുന്ന രാജ്യങ്ങളിലെ കമ്പനികൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഭരണ സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു ഭരണഘടന ഭരണ രീതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിൽ പറയുന്നത്. ആദ്യം അമേരിക്കൻ മോഡലുണ്ട്, യുണൈറ്റഡ് കിങ്ഡം മോഡലുണ്ട്, കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡലുണ്ട്, അതുപോലെ തന്നെ ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡലുണ്ട്, ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡലുണ്ട്. അപ്പം ഇത്രയും കോർപ്പറേറ്റ് ഗവർണൻസ് മോഡലുകളുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ അമേരിക്കൻ മോഡൽ. അമേരിക്കൻ മോഡൽ എന്ന് കേട്ടാൽ നിങ്ങൾ എഴുതിക്കോളൂ, റൂൾ ബേസ്ഡ് മോഡൽ. അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ് മോഡലാണ്. ദിസ് മോഡൽ ഗേവ് എംഫസൈസ് ഓൺ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് ഡയറക്ടേഴ്സ്. അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ് മോഡലാണ്. ഈ മോഡൽ മാനേജ്മെന്റിന്റെയും ഡയറക്ടേഴ്സിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് ആംഗ്ലോ സാക്സൺ മോഡൽ. ഈ മോഡൽ ആംഗ്ലോ സാക്സൺ മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇൻ ദിസ് മോഡൽ ചെയർമാൻ ആൻഡ് CEO ഓഫ് ദ കമ്പനി വിൽ ബി വൺ ആൻഡ് ദ സെയിം. ഈ ഒരു മോഡൽ പ്രകാരം, അതായത് ഈ ഒരു മോഡൽ കമ്പനികൾ എന്താണെന്നറിയോ? ഈ കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ അതറിയാണ്ടായിരിക്കും നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. ഞാൻ പറഞ്ഞ സംഭവം തന്നെ, ഒരു കമ്പനി ഉണ്ടാവില്ലേ, സാധാരണ നമ്മൾ കാണുന്ന കമ്പനികളില്ലേ, ആ കമ്പനിയുടെ ഭരണ സംവിധാനം, അതിൻ്റെ ഉള്ളിലുള്ള ഡയറക്ടേഴ്സും മാനേജ്മെന്റും അതും ഇതും ഒക്കെ ബന്ധപ്പെട്ട ആ ഒരു കമ്പനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഗവർണൻസ് ഉണ്ടായിരിക്കണം, അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മോഡലുകളുണ്ട്. പല രാജ്യങ്ങളിലും അത് വിജയം കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മോഡലുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ എൻ എസ്എ ടോപ്പിക് ലൈക്ക് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസ് പോലെ തന്നെയുള്ള ഒരു എസ്എ ടോപ്പിക്കാണിത്. അപ്പോൾ അമേരിക്കൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂൾ ബേസ്ഡ് മോഡലാണ്. അത് പഠിച്ചല്ലോ, അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ് മോഡലാണ്. ആ മോഡൽ ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എംഫസൈസ് എന്നൊന്നും ഓർമ്മയില്ലെങ്കിൽ, ദിസ് മോഡൽ ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മാനേജ്മെന്റ് ആൻഡ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന മോഡലാണ് അമേരിക്കൻ മോഡൽ. ഈ മോഡൽ ആംഗ്ലോ സാക്സൺ മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോഡൽ പ്രകാരം കമ്പനിയുടെ ചെയർമാനും അതുപോലെ തന്നെ സിഇഒയും ഒരാളായിരിക്കും. സിഇഒ വേറെ, ചെയർമാൻ വേറെ, അങ്ങനെ ആയിരിക്കില്ല. സിഇഒ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനി വിൽ ബി വൺ ആൻഡ് സെയിം. അടുത്തതാണ് യുണൈറ്റഡ് കിങ്ഡം മോഡൽ. അമേരിക്കൻ മോഡൽ കഴിഞ്ഞാൽ UK മോഡലാണ്.
ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൾ ബേസ്ഡ് മോഡൽ. അമേരിക്കൻ മോഡൽ റൂൾ ബേസ്ഡ് മോഡലാണ്. അതായത് നിയമങ്ങൾക്കാണ് അമേരിക്കൻ മോഡൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ UK മോഡൽ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം മോഡൽ തത്വങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദിസ് മോഡൽ ഈസ് മാൻഡേറ്ററി ടു ഫോളോ കോഡ് ഓഫ് ഗവേണൻസ്. ഈ ഒരു മോഡൽ പ്രകാരം കോഡ് ഓഫ് ഗവേണൻസ്, അതായത് ഭരണ സംവിധാനത്തിന് ചില കോഡുകളുണ്ട്, കോഡ് ഓഫ് കണ്ടക്റ്റുകളുണ്ട്, അത് ഫോളോ ചെയ്യണം. There is a clear separation between chairman and CEO. യുണൈറ്റഡ് കിങ്ഡം മോഡൽ പ്രകാരം ചെയർമാൻ വേറെയാണ്, CEO വേറെയാണ്. അമേരിക്കയിൽ എങ്ങനെയാണ്? ചെയർമാൻ അമേരിക്കൻ മോഡലിൽ എങ്ങനെയായിരുന്നു? ചെയർമാനും അതുപോലെ തന്നെ സിഇഒയും വൺ ആൻഡ് സെയിം ആണ് അല്ലേ, വൺ ആൻഡ് സെയിം അല്ലേ? പക്ഷേ UK അങ്ങനെയല്ല, ചെയർമാൻ വേറെയാണ്, അതുപോലെ തന്നെ CEO വേറെയാണ്. Self-regulation and compliances is voluntary in this model and it is also called Commonwealth model. അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം മോഡൽ കോമൺവെൽത്ത് മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് മോഡൽ പഠിച്ചു. അമേരിക്കൻ മോഡൽ എന്തായിരുന്നു എന്ന് പറഞ്ഞു നോക്കൂ. റൂൾ ബേസ്ഡ് മോഡലാണ്. അമേരിക്കൻ മോഡൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, മാനേജേഴ്സ് ആൻഡ് വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ അമേരിക്കൻ മോഡൽ ആംഗ്ലോ സാക്സൺ മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ അമേരിക്കൻ മോഡൽ ചെയർമാൻ ആൻഡ്, അത് നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതണ്ട, ചെയർ ഇൻ അമേരിക്കൻ മോഡൽ ചെയർമാൻ ആൻഡ് CEO ആർ സെയിം. ഇനി യുണൈറ്റഡ് കിങ്ഡം മോഡൽ എന്ത് എഴുതിയാൽ മതി? ഇൻ UK മോഡൽ ചെയർമാൻ ആൻഡ് CEO ആർ നോട്ട് സെയിം. അങ്ങനെ എഴുതിയാലും മതി, സംഭവം കിട്ടിയില്ലേ? അമേരിക്കൻ മോഡൽ പ്രിൻസിപ്പൽ ബേസ്ഡ്, റൂൾ ബേസ്ഡ് ആണ്. UK മോഡൽ പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ്. അടുത്തതാണ് കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ. കോണ്ടിനെന്റൽ എന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ യൂറോപ്യൻ മോഡൽ എന്നെങ്കിലും എഴുതണേ. കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ ഇറ്റ് ഈസ് എ റൂൾ ബേസ്ഡ് മോഡൽ. അമേരിക്കൻ മോഡൽ പോലെ തന്നെ ഒരു റൂൾ ബേസ്ഡ് മോഡലാണ് കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ. ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്പനികളിൽ കണ്ടുവരുന്ന ഒരു മോഡലാണ് കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ. ഇറ്റ് ഈസ് എ 2-tier മോഡൽ. ഇതൊരു 2-tier മോഡലാണ്. വൺ ഈസ് മാനേജ്മെന്റ് ബോർഡ് ഡൊമിനേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് അതർ ഈസ് സൂപ്പർവൈസറി ബോർഡ് ഡൊമിനേറ്റഡ് ബൈ എംപ്ലോയീസ്. അപ്പൊ നമുക്ക് കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ ഒന്ന് നോക്കാം. ഓക്കെ, കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൂൾ ബേസ്ഡ് മോഡലാണ്. സെറ്റ് ആയല്ലോ. അമേരിക്കൻ മോഡൽ പോലെ തന്നെ കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡലും എന്താണ്? ഒരു റൂൾ ബേസ്ഡ് മോഡലാണ്. ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ യൂറോപ്യൻ കൺട്രീസ്. അത് എവിടെയാണ് കോമൺ ആയിട്ട് കാണുന്നത്? യൂറോപ്യൻ കൺട്രീസിലാണ് അത് കോമൺ ആയിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് എ 2-tier മോഡൽ. അതൊരു 2-tier മോഡലാണ്. അപ്പൊ അവിടെ 2 ടയർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ 2 ലെവൽ ഉണ്ട് അവിടെ. ഏതൊക്കെയാണ്? ഒന്ന് മാനേജ്മെന്റ്, അതാരാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്? ടോപ്പ് ലെവലിലുള്ള ആളുകൾ, മാനേജ്മെന്റ്. പിന്നെ ഒന്ന് സൂപ്പർവൈസറി, അതായത് 2 ടയർ ഉണ്ട്. ഒന്ന് ഏതാണ്? മാനേജ്മെന്റ്. ഒന്ന് ഏതാണ്? സൂപ്പർവൈസറി. സൂപ്പർവൈസറി ഏതായിരിക്കും? മാനേജ്മെന്റ് ടോപ്പ് ലെവൽ ആണെങ്കിൽ സൂപ്പർവൈസറി ബോട്ടം ലെവൽ ആയിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിരിക്കും. അടുത്തതാണ് ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ. എന്താണ് ജാപ്പനീസ്? അപ്പൊ നമ്മൾ 4ാമത്തെ രാജ്യങ്ങളിലേക്ക് കടന്നു. ഒന്ന് അമേരിക്കൻ മോഡൽ ഉണ്ട്, രണ്ടെന്തായിരുന്നു? രണ്ടാമത്തത് യുണൈറ്റഡ് കിങ്ഡം മോഡലാണ്. മൂന്നാമത്തതോ കോണ്ടിനെന്റൽ യൂറോപ്യൻ മോഡൽ. നാലാമത്തത് ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ. ഓക്കെ, ജപ്പാനിലെ മോഡൽ, ജാപ്പനീസ് മോഡൽ എന്നാണ് അതിന് പറയേണ്ടത്. ഇറ്റ് ഈസ് പോപ്പുലർലി നൗൺ ആസ് കാരസ്-2. അത് കാരസ്-2 എന്നാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് കാരസ്-2. In this model, financial institution play an important role in the governance mechanism. ആക്ച്വലി മറ്റ് മോഡലുകളിൽ നിന്നും ഈ ഒരു ജാപ്പനീസ് മോഡലിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ ഈ ഒരു മോഡലിൽ അവിടുത്തെ ഗവേണൻസ് മെക്കാനിസത്തിനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് നിർവഹിക്കുന്നത് ആരായിരിക്കും? ആ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു കമ്പനീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ദിസ് മോഡൽ ഫോളോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്രോച്ച്. ഈ ഒരു മോഡൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്രോച്ച് ആണ്. ഇൻവെസ്റ്റേഴ്സ് ഡസ് നോട്ട് ഹാവ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് മോഡൽ. ഈ ഒരു മോഡലിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തില്ല? വലിയൊരു റോളും ഇല്ല. അപ്പൊ നമ്മൾ 4ാമത്തെ മോഡലും പഠിച്ചു. 5ാമത്തതാണ് ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ. അതിൽ തന്നെ ചൈനീസ് മോഡലുമുണ്ട്, ഷിയാബോൾ മോഡലുമുണ്ട്. ഏഷ്യൻ ഫാമിലി ബേസ്ഡിൽ 2 എണ്ണമുണ്ട്, ചൈനീസ് മോഡലുമുണ്ട്, അതുപോലെ തന്നെ ഷിയാബോൾ മോഡലുമുണ്ട്. ചൈനീസ് മോഡൽ ഒരു പാറ്റേണലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്. പാറ്റേണലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫാമിലിയെ പോലെ. അവിടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു അച്ഛൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അമ്മ ഉണ്ടായിരിക്കും. ആ രീതിയിലല്ലേ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ അച്ഛൻ, അമ്മ, മക്കൾ, ആ രീതിയിലല്ലേ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് ഈ ഒരു ചൈനീസ് മോഡലിൽ വരുന്നത്. അവിടെ എന്തായിരിക്കും? ഫാമിലി പോലെ ആയിരിക്കും ഉണ്ടാവുക.
അതേപോലെ തന്നെ ഷ്യോബോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് കൊറിയനിലുള്ള മോഡലാണ്. അതും ഫാമിലിക്കാണ് അതിൻ്റെ പവർ ഉണ്ടായിരിക്കുക. ആ ഫാമിലിയാണ് എല്ലാ ഗവർണൻസ് കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പം നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ മോഡൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടാകും. ആദ്യം കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം ഈ മോഡലുകൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ മോഡൽ ഏതാണ്? ആദ്യം നമ്മൾ പറയുന്ന മോഡൽ അമേരിക്കൻ മോഡലാണ്. അത് റൂൾ ബേസ്ഡ് മോഡലാണ്. അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പോൾ അത് റൂൾ ബേസ്ഡ് ആയിട്ട് വരുന്ന മോഡലാണ്. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ് കിങ്ഡം മോഡലാണ്. അത് പ്രിൻസിപ്പൽ ബേസ്ഡ് മോഡലാണ്. കോണ്ടിനെൻ്റൽ യൂറോപ്യൻ മോഡലുണ്ട്, അതൊരു റൂൾ ബേസ്ഡ് മോഡലാണ്. ദെൻ അടുത്തത് ജാപ്പനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡലാണ്. അതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രൂഷ്യൽ റോൾ. ദെൻ വരുന്നത് ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡലാണ്. അതിൽ ചൈനീസ് മോഡലുണ്ട്, അതെന്താണ്? പാറ്റേണലിസ്റ്റിക് ആണ്. ഷ്യോബോൾ മോഡലുണ്ട്. ഷ്യോബോൾ മോഡൽ എന്ന് പറയുമ്പോൾ കൊറിയൻ മോഡലാണ്, അതും ഫാമിലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തത് ബോർഡ് കമ്മിറ്റിയാണ്. അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവുക. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസൈഡർ ട്രേഡിംഗ്. നമുക്ക് നോക്കാം എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ്. It is an unlawful act when the insiders are using the unpublished information for their self-benefits. ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ മീനിങ് കാണാതെ പഠിച്ചു വെച്ചോളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ, അവർ തന്നെ ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർക്ക് ആ കമ്പനിയുടെ എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും. അവരത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻ, പുറത്താകാത്ത ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്തെങ്കിലും തരത്തിലുള്ള നിയമത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലോഫുൾ ആക്ട് വെൻ ദ ഇൻസൈഡേഴ്സ് ആർ യൂസിങ് അൺപബ്ലിഷ്ഡ്, അതായത് ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ മാനേജേഴ്സോ, അതാണ് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്, അവർ. അപ്പം നിങ്ങൾ ഇൻസൈഡർ ട്രേഡിംഗ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് നിങ്ങൾക്ക് ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു അൺലോഫുൾ ആക്ട് ആണ് അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആക്ട് ആണെന്നുള്ളത് എഴുതുക. അത് രണ്ടും വേണം എഴുതിക്കോ. ഇറ്റ് ഈസ് ആൻ അൺലോഫുൾ ആൻഡ് അൺഎത്തിക്കൽ ആക്ട്. അതാരാണ് ചെയ്യുക? ഇൻസൈഡേഴ്സ് ആണ് ചെയ്യുക. ഇൻസൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? എംപ്ലോയീസോ മാനേജ്മെൻറ്റോ അതൊക്കെ ആയിരിക്കും. എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ സെൽഫ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അൺപബ്ലിഷ്ഡ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുകയാണ്. ഇനി ഇൻസൈഡർ ട്രേഡിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക, കോൺഫിഡൻസ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ കോർപ്പറേറ്റ് റേറ്റിംഗ് ഏജൻസി എന്താണെന്നൊക്കെ ഒന്ന് നോക്കുക. അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങളുടെ നോട്ട് കയ്യിലുണ്ടാവുമല്ലോ. ഇ ഗവർണൻസ് ഷുവറാണ്. ഇ ഗവർണൻസ് എന്ന് പറഞ്ഞാൽ യൂസേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ദി ഗവൺമെൻറ് ടു പ്രൊവൈഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഗവൺമെൻറ് സർവീസസ്. അത്രയും മതി. ഗവൺമെൻറ് ITC യൂസ് ചെയ്യും, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട്, ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും എല്ലാം യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, സർവീസുകൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇ ഗവർണൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഗ്രീൻ ഗവേണൻസ്. ഗ്രീൻ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ലൈഫ് സൈക്കിൾ അപ്രോച്ച് ഫോർ എൻഷുറിങ് സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സുസ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ അപ്രോച്ചിനെയാണ് ഗ്രീൻ ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. Clause 49 has laid down 7 conditions that are furnished by the listed companies in order to ensure their listing in official list of stock exchange. കമ്പനീസ് ആക്ടിൻ്റെ 49ാമത്തെ ക്ലോസ് പ്രകാരം ഒരു 7 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 7 കണ്ടീഷൻസ് എന്നുള്ളതാണ് അതിൻ്റെ കീ പോയിന്റ്. ആ ഒരു 7 കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതാണ് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്. അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതും പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. It simply refers to shareholders' intervention in the affair of the company. ഒരു കമ്പനിയുടെ കാര്യങ്ങളിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടപെടലിനെയാണ് എന്ത് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ്റർവെൻഷൻ ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അതിനുള്ള റീസൺ സെൽഫ് ഡീലിംഗ്, ഫ്രാഗിൾ മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഒക്കെയാണ്. അടുത്തതാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോ സ്യൂട്ട് എഗെയിൻസ്റ്റ് കമ്പനി ഓർ ഇൻഡിവിജ്വൽ എഗെയിൻസ്റ്റ് പ്ലെയിൻറ്റിഫ്. അതൊന്ന് പഠിച്ചു വെക്കുക. ദെൻ വിസിൽ ബ്ലോയിങ്ങും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് റിപ്പോർട്ടിംഗ് മാൽ പ്രാക്ടീസസ് വിത്ത് ആൻ ഓർഗനൈസേഷൻ ടു ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ പാർട്ടീസ്. അതായത് ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ്, കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു.